രാവിലെ തന്നെ നല്ല തെളിഞ്ഞ കാലാവസ്ഥ കണ്ടപ്പോഴേ മനസ്സിലായി രാത്രി ആകുമ്പോഴത്തേന് എന്തായാലും മഴയായിരിക്കും. അങ്ങനെ വെള്ളം തെളിച്ച് നോക്കി അച്ഛനെ കൊണ്ട് ബാങ്കിലൊക്കെ പോകാനായിട്ട് അങ്ങനെ അച്ഛൻ്റെ കൂടെ ബാങ്കിലൊക്കെ പോകുന്ന വഴിക്ക് നല്ല പച്ച മീൻ വിൽക്കുന്ന കണ്ടിട്ട് കാശൊക്കെ എടുത്ത് വീശി 2 മംഗളം മേടിച്ചു. പിന്നെ കുറച്ച് പച്ചമുളക് കൂടിന്റെ അധികാരിനും കൊണ്ട് ഒരു കുക്കുംബറും. അങ്ങനെ തിരിച്ചു വന്ന് വാട്സ്ആപ്പിൽ നോക്കിയപ്പോഴത്തേനും കമ്പത്തിന് അനൗൺസ്മെന്റ് വെക്കാനുള്ള വോയിസ് ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. വിശ്വാസത്തെ ആരുടെ മുന്നിലും അടിയറവ് വയ്ക്കാത്ത കരുത്തുറ്റ നേതൃത്വം എണ്ണക്കാട് വടക്ക് കമ്പസമിതി. സത്യം പറഞ്ഞാൽ കമ്പൊക്കെ ഇത്ര വലിയ സെറ്റപ്പ് ആയത് ഇത്തവണ. അതുകൊണ്ട് തന്നെ ചേട്ടന്മാരൊക്കെ ഒരേ ആവശ്യത്തിലാണ്. പ്രത്യേകിച്ച് ഈ വോയിസും കൂടെ വന്നപ്പോഴത്തേനും എല്ലാവരും കിളിയും കിളിക്കൂടും ഒക്കെ പാട്ടിലുള്ളവരെക്കാൾ കൂടുതൽ പ്രവാസികളാണ്. എന്റെ ആവശ്യത്തിലിരുന്നപ്പോഴാണ് ചെറിയൊരു പ്രോബ്ലം. മഷ്റൂമിന് വെള്ളം പോകുന്ന പൈപ്പ് കയറി ബ്ലോക്ക്. ഇപ്പൊ അതിന്റെ ടിപ്പിൽ കുറച്ച് മണ്ണൊക്കെ കയറി. ഇതൊന്ന് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് അടുത്ത. വേറൊരു പൈപ്പ് ഇട്ട് അതിനകത്തൊക്കെ കുത്തിയൊക്കെ നോക്കി. ടിപ്പിലുള്ള അഴുക്കെല്ലാം കുത്തി കളഞ്ഞിട്ടും പക്ഷേ ആണെങ്കിൽ പിന്നെ വെള്ളം വരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് തമോഗർത്തങ്ങളുടെ എമ്പുരാൻ എന്ന് പറഞ്ഞ പോലെ വലിയൊരു തുള അതിനകത്ത് കാണാം. പണി ഇരട്ടിയായി. അങ്ങനെ ടൂൾ ബോക്സിനകത്ത് നാക്സോബ്ലൈഡ് ഒക്കെ തപ്പി മൂലയ്ക്ക് നമ്മൾ കട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിലൊക്കെ ഇട്ട് വെക്കുമ്പോഴത്തേനും നല്ല സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. എന്ന് പറയുന്നതൊക്കെ ഉണ്ട്. പിന്നല്ല നമ്മൾ സീൻ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് താഴോട്ട് അവിടെയാണ് നമ്മൾ മൂഞ്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേനും എന്റെ കട്ടമുടം നിന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ അച്ഛൻ മേടിച്ച് കട്ട് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് മുറിഞ്ഞു. ഞാനായിരുന്നെങ്കിൽ 1/2 മണിക്കൂർ എടുത്തത്. പിന്നെ അകത്ത് പോയി വെള്ളം ഒഴിച്ച് നോക്കിയപ്പോഴത്തേനും അവിടെ വരെയുള്ള പോർഷൻ വലിയ കുഴപ്പമില്ലായിരുന്നു. അവിടെ വരെ വെള്ളം വരുന്നു. തൽക്കാലത്ത് തന്നെ ആ ഒരു ചാക്ക് വെച്ചാൽ കെട്ടി വെച്ചു. കെട്ടി പൈപ്പ് എടുത്ത് കഴിഞ്ഞകത്തുള്ള അഴുക്കൊക്കെ കളഞ്ഞു. നമ്മൾ നൈസായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ വെക്കാം. അതും ഫ്ലോപ്പ് ആയതുകൊണ്ട് ഉരുക്കി കയറ്റാനുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെ തീയൊക്കെ കത്തിച്ച് ഒരു വിധത്തിൽ ഉരുക്കി കയറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. പൈപ്പിന് മടക്കി കുറച്ച് മണ്ണൊക്കെ ഇട്ടെല്ലാം സെറ്റാക്കി. ശരിക്കും സെറ്റായിരുന്നില്ല. 2ാം അച്ഛൻ അതിന്റെ മണ്ടയ്ക്കൂടെ മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി. കണക്കിന് പുച്ഛം മാത്രം, എന്നെ കൊണ്ടൊന്നും പറ്റില്ല പോലും. നല്ലത് ഇതാ നല്ലത്. അതിന്റെ ഇടയിൽ നമ്മൾ കുറച്ച് ചുള്ളിലൊക്കെ ഉണക്കാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ക്ലിപ്പ് കണ്ടിട്ട് റിവേഴ്സ് അടിച്ചാൽ തോന്നിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റും. ഒറിജിനൽ ക്ലിപ്പാ. ഞാൻ അങ്ങനെയാണ്. അങ്ങനെയുള്ള ചുള്ളിലെല്ലാം പറക്കി പാദത്തിന്റെ അടി മമ്മട്ടി കൊണ്ട് ഇടിച്ചപ്പോഴത്തേനും അതെല്ലാം സെറ്റ്. ഇവരാണ് നാട്ടിലെ ഏറ്റവും വലിയ ബുക്ക് എന്നുള്ള രീതിയിലാണ് സ്റ്റോറി ഉൾക്കാതെ അക്ഷര തെറ്റാതെയൊക്കെ പറഞ്ഞു. ടെക്സ്റ്റ് ഒക്കെ കണ്ടു. ഓരോ പാടം കഴിയുമ്പോഴും പേജ് കപ്പലിക്കാരന് കൊടുത്ത പോലെ ഉണ്ട്. അങ്ങനെ നമ്മുടെ പൂക്കിയാൻ കൂട്ടി ഒരു കറങ്ങാനൊക്കെ ഇറങ്ങിയത്. റോഡിൽ കൂടെ നല്ല 1-ാം തരം വഴിയൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ പോകുന്നതിന്റെ ഒരു ത്രില്ല് വേറെ ലെവലാണ്. അതൊക്കെ അനുഭവിച്ചവർക്ക് അറിയൂ. മറ്റുള്ളവർ കണ്ണിൽ ഇതൊക്കെ കിഴപ്പ് ഭ്രാന്ത് എന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് ഇതൊക്കെ ഒരു വൈബാണ്. നമ്മൾ ഇവന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. വണ്ടി കണ്ടപ്പോഴത്തേനും അവന് ചവിട്ടാൻ വയ്യ. വീഡിയോ എടുത്തപ്പോഴത്തേനും അവനും ക്യൂട്ട്നസ് ഇടാൻ തുടങ്ങി. അവന്റെ വീട്ടിലിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ആചാരം കാണുന്നത്. അവിടുത്തെ പള്ളിയിൽ നിന്ന് കുരിശും കൊണ്ട് എല്ലാ വീട്ടിലും പോകും. അതിലെ ആൾക്കാരെല്ലാം കൂടെ ഇങ്ങനെ ഒരു കുരിശും കൊണ്ട് പോയിട്ട് എല്ലാ വീട്ടിലും ചെന്ന് പ്രാർത്ഥന. നല്ല ആചാരങ്ങളാണ്. പെട്രോൾ അടിച്ചിട്ട് പമ്പിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും നല്ല അടാർ. ഞാൻ രാവിലെ തന്നെ എക്സ്പെക്ട് ചെയ്തു അത്രയും തെളിഞ്ഞു. അപ്പൊ ഓക്കെ ബൈ, ബാക്കി നാളെ.